അതെ, വളരെ ഈസി ആയിട്ടും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഇയറിംഗ് ഒന്ന് ചെയ്താലോ. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ കുന്തൻ സ്റ്റോൺ ഉണ്ട്, പിന്നെ ഈ ഒരു സ്റ്റോൺ എടുത്തിട്ടുണ്ട് സെൻറ്ററിൽ വെക്കാനായിട്ടാണ്, പിന്നെ നമ്മുടെ വാക്സ് സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഡ്രോപ്പ് കുന്തനുണ്ട്, ഐ കുന്തനുണ്ട്, പിന്നെ ഞാൻ ബാക്ക് അറ്റാച്ച് ചെയ്യുന്ന സ്റ്റഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ഐ പിന്നുണ്ട്, പിന്നെ കുറച്ച് ഗുങ്കുരു എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ചെയ്യുന്നത് വാക്സ് സ്ട്രിപ്പ് എടുക്കുക, വാക്സ് സ്ട്രിപ്പിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. P7000 ഗ്ലൂ ആണ് എടുക്കുന്നത്. എന്നിട്ട് ആ ഒരു സ്റ്റോൺ ഒന്ന് വെച്ച് കൊടുക്കുക. ജസ്റ്റ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റോൺ ചെയിൻ കൊണ്ട് ആ സെൻറ്റർ ഒന്ന് ഞാൻ കവർ ചെയ്തെടുക്കും. അതിനുശേഷം ഒന്ന് ഗ്ലൂ സൈഡിലേക്കൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. അതിനുശേഷം നമ്മൾ സ്റ്റോൺ ചെയിൻ നമുക്ക് പല കളറിലുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഞാൻ ഗോൾഡാണ് എടുത്തിരിക്കുന്നത്, ഗോൾഡ് വരുന്ന ഫ്രെയിം ഉള്ളതാണ്. എന്നിട്ട് അതിനൊന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് റൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താലും മതി, ഒന്ന് അതിനെ കവർ ചെയ്തിട്ട്. എന്നിട്ട് ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കട്ട് ചെയ്ത് മാറ്റി. ഇനി അതിൻ്റെ സൈഡിലേക്ക് മേളിൽ ഞാൻ ഒരു 3 അതിൻ്റെ ടോപ്പിലായിട്ട് കണ്ടോ, ഇത് ഐ കുന്തനാണ് കേട്ടോ. ഇത് ഗ്ലാസ് കുന്തനാണ് ഇതിൻ്റെ പേര്, അത് ഐ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ ഐ കുന്തൻ്റെ 3 വെച്ചു. എന്നിട്ട് അതിന് ജസ്റ്റ് നമ്മുടെ ഹാൻഡൊക്കെ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് സെൻറ്ററിലും ബാക്കി ഒന്ന് സൈഡിലോട്ട് ഒരു ലോട്ടസിൻ്റെ ഫ്ലവർ പോലെ നിൽക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ സൈഡിലേക്ക് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഞാൻ നമ്മുടെ ഡ്രോപ്പ് കുന്തൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അത് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് ചെയ്യാം, ഫുള്ള് ചെയ്തില്ല, ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് അതുവരേക്കും ഞാനങ്ങ് ചെയ്തെടുത്തു. വളരെ സിമ്പിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് പല കളറിൽ നമുക്ക് അവൈലബിൾ ആണല്ലോ കുന്തൻ സ്റ്റോണൊക്കെ, പല കളറിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇത്. ഇനി ഇതിന് എന്ത് ചെയ്യുക, ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മുടെ ഐ പിന്നാണ്. ഈ ഐ പിൻ കുറച്ചൊരു ലെങ്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രസ്സർ വെച്ചിട്ട് ആ എഡ്ജ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആദ്യം ഒരു 2 ഗുങ്കുരു, അതിനുശേഷം ഒരു ബീഡ് നമ്മുടെ ഒരു ഹാങ്ങിങ് കൊടുക്കുന്നു, ആ ഒരു പിങ്ക് കളറിൻ്റെ തന്നെ കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും 2 ഗുങ്കുരു ഇട്ട് അതിന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക. അപ്പോൾ 2 ഗുങ്കുരു, പിന്നെ സെൻറ്ററിലൊരു കുറച്ച് വലിയ ഒരു ബീഡ്, അതിനുശേഷം 2 ഗുങ്കുരു ഇട്ട് ഞാൻ ജസ്റ്റ് ഒന്നതിനെ ക്ലോസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ആ പ്രസ്സർ നമ്മൾ ഓപ്പൺ ചെയ്ത പോലെ തിരിച്ച് പ്രസ് ചെയ്തങ്ങ് വെച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം കണ്ടില്ലേ ഹാങ്ങിങ് ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ ബാക്ക് സ്ട്രിപ്പ് കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ അറ്റാച്ച് വെച്ചു. അതിനുശേഷം നമ്മുടെ ഹാങ്ങിങ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കണ്ടല്ലോ എത്ര സമയം കൊണ്ടാണ് നമുക്കൊരു വിത്തിൻ 5 മിനിറ്റ്സ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഈ ഇയറിങ്. എന്നിട്ട് ഇനി ആ ഒരു ഫെൽറ്റ് ഷീറ്റല്ല നമ്മുടെ വാക്സ് സ്ട്രിപ്പ് കൊണ്ട് പുറകൊന്ന് കവർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. ആ ബാക്ക് അറ്റാച്ച് ആ ഒരു ഇതും കൂടെ കവർ ചെയ്തിട്ട് വേണം നന്നായിട്ട് അതിന് സെൻറ്ററിൽ കൂടെ അതിനെ ഒന്ന് എടുത്ത് കവർ ചെയ്യുക. എന്നാലും നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്കിത് ഇരിക്കുകയുള്ളൂ. കണ്ടില്ലേ? എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വൃത്തിയുടെ ഒന്നുമില്ല, നല്ല ഫിനിഷിങ്ങോടെ തന്നെ ഇരിക്കും. എന്നിട്ട് ആ മേളിൽ ടോപ്പിൽ ഒരു സെൻറ്ററിലായിട്ട് ഒരു സ്റ്റോണും കൂടെ അങ്ങ് വെച്ച് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പല കളറിൽ നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. നോക്കിയാൽ എൻ്റെ ഭംഗി. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.